നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ദൈവം വാരിക്കോരി നൽകിയ പ്രകൃതിയുടെ അഭൗമ സൗന്ദര്യ ഉദ്യാനമാണ് വയനാട്. കാനനവും കാട്ടാറും ഗിരിനിരകളുമായി പച്ചപുതച്ച വയനാട്. ചരിത്രവും മിത്തുകളും ഇടകലർന്ന ഈ നാടിൻ്റെ ഭൂമികയിലേക്ക് വിശ്വാസത്തിൻ്റെ തീഷ്ണഭാവങ്ങളുമായി കുടിയേറ്റം നടത്തിയ ഒരു ജനത. അതിജീവനത്തിൻ്റെ നെരിപ്പോടുകൾക്ക് മേൽ കൂടെ കൂട്ടിയ പുണ്യവാളൻ്റെ അനുഗ്രഹങ്ങൾ ഈ നാടിൻ്റെ തന്നെ ഐശ്വര്യമാവുകയായിരുന്നു. സെയിൻറ്റ് ജൂഡിൻ്റെ നാമധേയത്തിലുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഗരിമ ഇന്ന് ലോകമെമ്പാടും കേൾവി കൊണ്ടതാണ്. ഇതരഗണ വിശ്വാസികൾക്കും അവരുടെ മാനസിക സംഘർഷ നിമിഷങ്ങളിൽ ഓടിയണയാൻ, നിലവിളിച്ചപേക്ഷിക്കാൻ ചുണ്ടയിൽ സെയിൻറ്റ് ജൂഡ് തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അകത്തളങ്ങളും വരാന്തകളും സദാ സജ്ജമായിരിക്കുന്നു. ചുണ്ടയിൽ സെൻറ്റ് ജൂഡ്സ് ദേവാലയത്തിലെ അൽമായ ശുശ്രൂഷ സമിതിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. സഭയുടെ പ്രവർത്തനങ്ങളിൽ അൽമായരെ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടെ വളരെ സജീവമായി അൽമായ ശുശ്രൂഷ സമിതി ചുണ്ടയിൽ പ്രവർത്തിച്ചു വരുന്നു. ഇടവകയിലുള്ള അൽമായർ ഏതെങ്കിലും സംഘടനകളിലോ സമിതികളിലോ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, വിവിധ സെമിനാറുകൾ, സംവാദങ്ങൾ, ചർച്ചകൾ എന്നിവ സംഘടിപ്പിക്കുക, ജീവനാഥം എന്ന സഭയുടെ മുഖപത്രം ഇവിടെ വരിക്കാരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജീവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതൊക്കെ ഇതിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്. ചിരപുരാതന ചരിത്രത്താളുകളിൽ പാരമ്പര്യത്തിൻ്റെ ധ്വനി മുഴങ്ങുന്ന കാലം. കാലയവനികക്കകത്തു നിന്നും ഉയർന്നു കേൾക്കുന്ന ആ പാരമ്പര്യ ഗാനം തലമുറകൾ കാത്തുവയ്ക്കുന്നു. മാർത്തോമിൻ തിതി പട്ടുടൻ പാണിപ്പുടവ പവിഴമുത്തു മാലയും തിതി അലങ്കരിച്ച് പന്തലിൽ വന്നുതക വേണം. മാർത്തോമിൻ തിതി അലങ്കരിച്ച് പന്തലിൽ വന്നെഴുന്തരുൾക. മാർത്തോമിൻ തിതി അലങ്കരിച്ച് പന്തലിൽ വന്നരുൾ തരി തകർകുതി തത്താതിമൃതത്തെ. മരമോടു കല്ലുകൾ കനകം വെള്ളി മരമിയലും പടി ചെമ്പുമിരുമ്പും മറ്റും പാലവക വീണ്ടും പണികൾ ഇന്ദേ തത്ത തത്ത തകതത്തെ കർകുതിത്തേത മഹിമയോടരിമകളെല്ലാം ചെയ്യും മനുവിവത്തിത്ത തകത തകത താം തികത തകത തികത തകർകുതിത്ത തകർകുതിന്ന കർകുതിത്ത തത്താതിമൃതത്തെ ഇന്ദേ തത്ത തത്ത തകതത്തെ കർകുതിത്തേത ഇത്തരമുത്ത
സുന്ദരമായുള്ള വചനം ഇച്ചവരും പടി കരുതി ഉറച്ച് തക്കിടേർദേ തായ്ക്ക് തങ്കം തരികിടേർദേ തായ്ക്ക് തങ്കം തക്കിടേർദേ തരികിടേർദേ തക്കി തങ്കം തലാങ്കു തത്തികളതും ഇന്ദേ തത്ത തത്തത്ത തകതത്തെ കർഗുതിത്തേതേത ഇമ്പമോടരുവികൾ തിരുമനസാലെ ഇയൽ വഴി തീ തീ തയ്യന്ത തതികുതേ തയ്യന്ത തതി തേതികുതേ ഇന്ദേ തത്ത തത്ത തിമൃതത്തെ ഇന്ദേ തത്ത തത്തത്ത തകതത്തെ കർഗുതിത്തേതേത വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ തക്കിടേർദകി തക്കിടേർദകി തക്കിടേർദതി തകതാ തകതാ തകതാതി തിക്കിടേർദകി തിക്കിടേർദകി തിക്കിടേർദതി തികിതാ തികിതാ തികിതാതി തക്കിടേർദതി തകതാതി തിക്കിടേർദതി തികിതാതി തക്കിടേർദി തിക്കിടേർദി തക്കിട്ടേതാ ഇന്ദേ താങ്കട് തേതേതേ ഇന്ദേ താങ്കട് തക്കിടേർദതി വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിധി പോലെ തകർക്കു തത്തത്ത തിമൃതത്തെ ഇന്നി നീ കാത്തല്ലോ ഏറ്റങ്ങളേശാതെ തിരയുന്നതും പാഴായി തേകുന്നു ദൈവമേ തെരി നാണമില്ലാതുള്ള നായനുണ്ടാതിക്ക് തെരി നാളില്ലേ കോളില്ലേ നന്നായി ചൊല്ലില്ലേ തെരി നാടെല്ലാം കാടല്ലോ നായനെ എന്നെ നീ തെരി നന്നായി കൈവിട്ടോ നാടിട്ടേ ചാഴത്തിൽ തെരി മണ്ണിലെ മണ്ണുപോ മാറ്റമില്ലെങ്ങുമി തെരി മറ്റെല്ലാം നാടോടെ മാർഗങ്ങൾ എന്നില്ല തെരി മാറാനേ പോലെ മായോനെ കൽപ്പിച്ചു തെരി മാറ്റവൻ കുറ്റനായി മാലൊഴി താർകുതീ തത്താതി മൃതത്തെ എന്നിവയെല്ലാം കണ്ണുനീരാലെ തുമയുണർത്തിച്ച നേരം തെരി എങ്ങും വിളങ്ങുന്ന നായൻ മിശിഹ പിതരുൾ ചെയ്യുവാൻ തുടങ്ങി തെരി നീ ഒരുവൻ താനിന്നൊരു ചിന്ത ഉള്ളിൽ നിനക്കൾ വേണ്ട തെരി നിന്നോട് കൂടെ ഞാനുണ്ട് കൂട്ട് നീ പോകും നാടതിനെല്ലാം തെരി മനുഷ്യരെല്ലാം ഹിന്ദുവിലിന്ന് പരലിനക്കൾ വേണ്ട തെരി മനുഷ്യരെല്ലാം ജാതികളും പിന്നെ മത്സ്യം ജന്തുക്കളല്ലോ തെരി എന്നതിനാൽ ഇപ്പോൾ ഞാൻ ഇന്നു നിന്നെയും വിറ്റുവില വാങ്ങി എന്നാൽ തെരി എഴുമൊഴികൾ ഏഴും തികപ്പനായി ചിട്ടുകൊടുക്കുന്നു വേറെ തെരി ത്രിലോകനാഥൻ കാശെടുത്തൻ പാൽ തൊമടി പക്കൽ കൊടുത്തു തെരി തൃപ്തി വരുമ്പോലൻ പലരുൾ ചെയ്തു യാത്ര വിധിച്ചഴകാലേ തെരി ഇഴലൊഴിഞ്ഞുടൻ കൊണ്ടുവരുവോർ എന്നുര ചെയ്തു കർഗുതയ്യ തിന്തക തിന്ത തീ ഇവണ്ണം കിട്ടും കീഴായവാരെ ഇവരെ കൊണ്ടവണ്ണം വേണമെന്ന് ഇണ്ടൽ പേരുത്തു വിളിച്ചു ചോഴൻ തമ്പിയെ തമ്പി വാ അണയത്തെന്ന് തമ്പിയും താനുമായി വേണ്ടുവോളം കാര്യങ്ങളെ ചിന്തിക്കുന്നു തർമ്മിപ്പോൾ നമ്മുടെ വശകാലം പെട്ടപ്പോൾ പെട്ടിട്ടിൽ എല്ലാവർക്കും മുൻപേ നടീനി ഞാൻ വാഴ്വാൻ യോഗ്യം പോരാ തമ്പി നീ വേണ്ടും പോൽ പരിപാലിക്ക ആകാശെ കൊണ്ടെങ്ങു ചെന്ന നേരം ചോഴന്റെ പേർക്കില്ലം കുറിയിൽ കണ്ടു അമ്പോടെ മൂന്നിനു മിമ്പം പോലെ അവോളം തരമുണ്ടേ പെർത്തു ചൊൽവാൻ മതിപോരും രാജാക്കൾ വാഴും കോയിൽ എന്നെല്ലാം നന്നായി കണ്ടോരാത്മം തിത്തി തീ ആനന്ദം വരുമാറ് മാലാകമാർ തിത്തി തരാകാശെ നിന്നിങ്ങു ലോകം ചേർന്നു ആചാര ജഡരമടക്കും പോലെ തിത്തി തരാകയ കൂടി പൊതിയുന്നിപ്പോൾ അതു പൊഴുതണ്ണൻ്റെ മുൻപിൽ ചെന്ന് തരാതേറാൽ നിന്നവർ കൈകൾ കൂപ്പി കീർത്തിച്ചു വഴി പോലെ റീച്ചാരെ
താര കൃത്യമിതെല്ലാവർക്കും വേണമെന്ന് വിട്ടോരു മുനിവർ തന്നെ കണ്ട് താര കാൽക്കൽ വീണഴുതു പിഴയും ചൊല്ലി മനഗുണമുടയവൻ അരുളാൻ വാനവർ മഹിമയോടെ എത്തിയ നഞ്ഞുടനെ ദതിത്തിത്തെ മറുതല നീറികേടും അതിനൊരു തേരതിൽ മംഗളമായവർ പുകീശി ദതിത്തിത്തെ കന്നയോടിതുവഴി ചൊൽപതിനഴകാ അങ്ങുമിങ്ങും മന സിതുപരിച്ച് ദതിത്തിത്തെ കന്നയോടിതുവഴി ചൊൽപതിനഴകാ അങ്ങുമിങ്ങും മന സിതുപരിച്ച് ദതിത്തിത്തെ നൽമുടി പറ കിന്നര മഴകാ നന്ദനയും കൊടുപ്പതരമി തീതി തത തീതി തത നന്മരും വക പൽമൊഴിയോ സ്തുതി നന്മലക്കൾ പുറമ്പീതെ ഉടമ്പിൽ നിന്നുയരത്താകാശേ ഉരവനീരിപ്പീടം പുകീച്ചെ ദതിത്തിത്തെ വസ്തുതന്മതു മക്കളു വന്തിന മറളു വഴിക്ക് നടപ്പോരെ വൻവനിയൊഴിയെ പെരിയോ നൽവഴി തിരുമോട് തേടി പുലരാമേ തകതാം പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ വാഴ്ത്തപ്പെട്ട ഫ്രെഡറിക്കോ സാനാമും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ചേർന്ന് വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ നാമധേയത്തിൽ പാരീസിൽ സ്ഥാപിച്ച സംഘടനയാണ് സെൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റി. ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ സഭയിലെ തന്നെ ഏറ്റവും വലിയ ആധ്യാത്മിക സംഘടനയാണ് വിൻസെൻ്റ് പോൾ സൊസൈറ്റി. അതിൻ്റെ ഒരു കോൺഫറൻസ് നമ്മുടെ ഈ ചുണ്ട ഇടവകയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന് ലക്ഷ്യം വയ്ക്കുമ്പോൾ ആസ്പത്രികളിലും അനാഥ മന്ദിരങ്ങളിലും രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ സന്ദർശിക്കുക, നിർധനരായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക, വീടുകൾക്ക് ഭാഗികമായി സഹായം ചെയ്യുക, മറ്റുള്ള രീതിയിൽ ഏറ്റവും പാവങ്ങളായി ജീവിക്കുന്നവരെ താൽക്കാലിക സഹായം കൊടുത്ത് ആശ്വസിപ്പിക്കുക എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഈ സംഘടനയിലെ അംഗങ്ങൾ ചെയ്തു വരുന്നത്. 2 കോൺഫറൻസുകളിലായി 20ഓളം അംഗങ്ങൾ ഈ ഇടവകയിൽ പ്രവർത്തിക്കുന്നു. വിൻസെൻ്റ് പോൾ സംഘടനയിൽ അധികം ആൾക്കാരും പ്രായം കൂടിയവരാണ് പ്രവർത്തിക്കുക. എന്നാൽ സംഘടനയിൽ പ്രായം കുറഞ്ഞ അംഗങ്ങൾ ഓരോ ദിവസവും കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇതിന് ഒരു മാറ്റം വരണമെങ്കിൽ ഇനിയും പുതിയ തലമുറ ഈ സംഘടനയിൽ ചേർന്ന് ഇതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. 1974 കാലയളവിലാണ് ചുണ്ട ഇടവകയിൽ മാതൃസംഘം രൂപീകരിച്ചത്. ഇന്നത്തെ മോൺസിഞ്ഞോറായ തോമസ് പനക്കലച്ഛനും പരേതനായ ജേക്കബ് കുളങ്ങര അച്ഛൻ്റെയും നേതൃത്വത്തിലാണ് അന്ന് മാതൃസംഘം രൂപീകരിച്ചത്. അന്ന് 15ഓളം അംഗങ്ങൾ ചേർന്നാണ് സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അന്നത്തെ പ്രസിഡൻ്റായി സിൽവിയ ആരോഗ്യസ്വാമിയും സെക്രട്ടറിയായി കുഞ്ഞമ്മ ചാക്കോയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് 45ഓളം അംഗങ്ങൾ മാതൃസംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ രോഗികളെ സന്ദർശിക്കുക, നിർധന കുടുംബങ്ങളെ സഹായിക്കുക, വിധവകളുടെ മക്കൾക്ക് വിവാഹ ധനസഹായം നൽകുക എന്നിവയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് എങ്ങനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും? നല്ല സമരിയാക്കാരൻ്റെ ഉപമയുടെ നൃത്താവിഷ്കാരവുമായി വിസ്മയ ജോണി. കൊല്ലരുതേ പാവമീ പഥികനെ കൊല്ലരുതേ. പുലരി പൂത്തൊരു നേരത്ത് കുളിരു വീശണ കാലത്ത്
പുലരി പൂത്തൊരു നേരത്ത് കുളിരു വീശണ കാലത്ത് വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരാണി വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരാണി യെരുശലേംകാരൻ പാവം യെരുശലേംകാരൻ യെരുശലേംകാരൻ പാവം യെരുശലേംകാരൻ ദൂരത്തൊരു കുന്നിന്മേൽ ചേലൊത്തൊരു കുടിലിനുള്ളിൽ ആടുന്നൊരു തൊട്ടിൽ കണ്ട് യാത്രയായി മനസ്സിൽ കൺമണി തൻ കണ്ണിൽ നോക്കി യാത്രയായി വേഗം വിടത്താനായി കൺമണിയെ കാണാനായി താരാട്ടും മൂളി താതൻ യാത്രയായി തനിയെ ഇടവഴിയെ ഭാണ്ഡവുമായി യാത്രയായി ആരാരും ഇല്ലാ വഴിയിൽ തിര തേടും കഴുകക്കൂട്ടം ആമാടപ്രാവിന് രാജാൻ കാത്തുനിന്നു കള്ളന്മാരഞ്ചു പേരാത്തിയോടാ വഴി പാത്തുനിന്നു വഴിയിൽ പാത്തുനിന്നു ഹൃദയം കൊത്തിക്കുടയുന്നു പ്രാണനായി പിടയുന്നു ആർത്തനായി ആൺപിറാവ് ചോര വിയർപ്പാക്കി നേടിയതെല്ലാം ആ കള്ളന്മാർ കവർന്നെടുത്തു ചോര വാർന്ന വഴിയിൽ കിടന്നയാൾ മൃതപ്രായനായി വിജനതയിൽ ആ വഴി വന്നു പുരോഹിതനെങ്കിലും മറുവഴി തേടി നടന്നു പോയി പിന്നിലായി വന്നൊരു ലേവായനെങ്കിലും തൻ വഴി നോക്കിയകന്നു പോയി ബലിവസ്തു നോക്കാതെ ബലിയർപ്പണത്തിനായി പോകുവോരേ നിങ്ങൾ അന്ധരാണോ വന്നോരും പോയി കണ്ടോരും പോയി മൂന്നാമനാരോ വരുന്നുമല്ലേ തൻ കഴുതമേലായി ശമറായനവൻ ശരവേഗത്തിൽ മുറിവേറ്റ സഹജന്റെ നേരെ നോക്കി താങ്ങി മടിയിലേറ്റി എണ്ണയാൽ മുറിവുകൾ വച്ചുകെട്ടി തന്റെ കഴുതപ്പുറത്തേറ്റി നീങ്ങി തന്നയൽക്കാരനെ സത്രത്തിലെത്തിച്ചു പരിചരിക്കാൻ പണം നൽകി മുറിവേറ്റ ദൈവത്തെ സ്നേഹിക്കുവാൻ ഇനി മുറിവേറ്റ സഹജനെ സ്നേഹിച്ചിടാം മുറിവേറ്റ ദൈവത്തെ സ്നേഹിക്കുവാൻ ഇനി മുറിവേറ്റ സഹജനെ സ്നേഹിച്ചിടാം പുലരി പൂത്തൊരു നേരത്ത് കുളിരു വീശണ കാലത്ത് വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരാണി വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരാണി ശമരിയക്കാരൻ നല്ല ശമരിയക്കാരൻ ശമരിയക്കാരൻ നല്ല ശമരിയക്കാരൻ